ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നന്നാരി എസൻസ് തയ്യാറാക്കുന്ന രീതിയാണ്. നന്നാരി സർവത്ത് ഇഷ്ടമില്ലാത്ത ആരും നമ്മൾ മലയാളികൾക്കില്ല. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം. നന്നാരിയുടെ നല്ലൊരു ചെടി പറിച്ചെടുക്കും. ഞാൻ തൊടിയിലെല്ലാം നിറയെ നന്നാരി ചെടി വളർന്നുണ്ട്. ഈ നീട്ടായിട്ടുള്ള ഇലയുള്ള ഈ ചെടിയാണ് നന്നാരിയുടെ ചെടി. അതിൻ്റെ തണ്ടിനും വേരിനെല്ലാം നല്ല നന്നാരിയുടെ നല്ലൊരു സ്മെല്ലുണ്ടാവുമായിരിക്കും. അതാ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു നന്നാരിയുടെ തണ്ട് മാത്രം നല്ല വലിയത് കിട്ടിയിട്ടുണ്ട്. വലിയൊരു നല്ല കനമുള്ള പീസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇലയെല്ലാം ഞാൻ എടുത്തു മാറ്റിയിട്ട് അതിൻ്റെ തണ്ട് മാത്രമാക്കി എടുത്തിട്ടുണ്ട്. വേരും തണ്ടും മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ചതച്ചെടുക്കണം. മിക്സിയിലോ നമ്മൾ അമ്മിയിലോ ഇട്ടിട്ട് നല്ലപോലെ നല്ലതുപോലെ വെച്ചാൽ ഒന്ന് അതിൻ്റെ സ്കിന്ന് ഒക്കെ ഒന്ന് ചതഞ്ഞ് അതിൻ്റെ ഫ്ലേവറെല്ലാം പുറത്ത് വരുന്ന രീതിയിലൊന്ന് ചതച്ചെടുക്കുക. ചതച്ച് വെച്ചിട്ടുള്ള നന്നാരി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മുങ്ങി നിൽക്കുന്ന തരത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഈ നന്നാരി എല്ലാം ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ എസൻസും അതിൻ്റെ ടേസ്റ്റും എല്ലാം ഈ വെള്ളത്തിൽ ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഈ തിളപ്പിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ കളറ് കറക്റ്റ് ഒരു തേനിൻ്റെ കളറ് കറക്റ്റായിട്ട് വരും. ഞാൻ കളറ് വരുമോയെന്ന് സംശയിച്ചിരുന്നു. പക്ഷേ അത് നല്ലപോലെ വെന്ത് അതിൻ്റെ ഫ്ലേവറെല്ലാം വരുന്ന സമയത്ത് കളറും ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒട്ടും പ്രിസർവേറ്റീവ് ചേർത്തുന്നില്ല, കളറ് ചേർത്തുന്നില്ല. അത്രയും ഹെൽത്തിയാണ്, ടേസ്റ്റാണ്, എല്ലാം നാച്ചുറലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. നല്ലതുപോലെ തിളച്ച് അതിൻ്റെ ഫ്ലേവറെല്ലാം വരുമ്പോൾ അതിൻ്റെ കളറെല്ലാം നല്ല ചേഞ്ചായി വരും. ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു അരിച്ചെടുക്കാം. ഇത് നമ്മൾ ഊറ്റിയെടുക്കുമ്പോൾ തന്നെ ആ നന്നാരിയുടെ നല്ലൊരു ഫ്ലേവർ നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. അരിച്ചു വെച്ചിട്ടുള്ള നന്നാരി വെള്ളം വീണ്ടും തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തണം. ഞാൻ 1 കപ്പിലേറെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ ലെമണും വെള്ളമൊക്കെ ഒഴിച്ച് പാകാക്കുമ്പോൾ മധുരം കറക്റ്റായി വരും. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഞാൻ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലുള്ള പൊടികളൊന്നും ചേർക്കാണ്ടാണ് എടുത്തുള്ളത്. അപ്പോൾ പഞ്ചസാര ചേർത്ത് നല്ലപോലെ തിളപ്പിക്കുക. അതിൻ്റെ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് വന്ന് നന്നാരി എസൻസ് ഒന്ന് തിക്കായി വരും. ലൈറ്റായിട്ട് തിക്കാവുന്ന ഒരു സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്താൽ മതിയാവും. അതുവരെ ഒന്ന് നല്ലപോലെ തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇടയിൽ ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കണം. ഈ തിളയ്ക്കുന്ന സമയത്ത് തന്നെ നന്നാരിയുടെ കറക്റ്റ് അതേ സ്മെല്ലും ടേസ്റ്റും നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഹെൽത്തിയാണ്, പക്ഷേ അതേ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറക്കാതെ. നമ്മൾ മലയാളികളുടെ ഇഷ്ട പാനീയമായ നന്നാരി സർവത്തിൻ്റെ നന്നാരി എസൻസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു നന്നാരി സർവത്ത് റെഡിയാക്കാം. അതിന് ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട്. അതൊരു ഗ്ലാസ്സിലേക്ക് അതിൻ്റെ ഫുള്ള് ജ്യൂസും പിഴിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് നമ്മുടെ നന്നാരി സർവത്തിൻ്റെ എസൻസ്. അതൊരു 4 സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് 4 സ്പൂൺ ചേർത്തത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം, മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മധുരം നന്നാരി സർവത്തിൽ കമ്മിയാണെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ചേർത്തി അത് ബാലൻസ് ചെയ്താൽ മതിയാവും. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ നന്നാരി സർവത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ മെത്തേഡ് അനുസരിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.